മലബാറിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അഴീക്കലിൽ സർക്കാർ പദ്ധതിയിടുന്നത് രാജ്യാന്തര ഗ്രീൻഫീൽഡ് തുറമുഖം. വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ തുറമുഖത്തിൽ നിന്ന് 2.5 കിലോമീറ്ററോളം മാറി അഴിമുഖത്താണ് പുതിയ തുറമുഖം വിഭാവനം ചെയ്യുന്നത്. അനുബന്ധമായുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക്, പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയുടെ വികസനവും നടപ്പിലാക്കും. ഇതിനുള്ള കരട് റിപ്പോർട്ടിന് അംഗീകാരമായി. CMD തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിച്ച് നടപടി സ്വീകരിക്കും. വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകാൻ വ്യവസ്ഥയുണ്ടാക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികൾക്കും അംഗീകാരം നൽകി. മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രത്യേക കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. 5000 TEU വരെ ശേഷിയുള്ള പാനമാക്സ് വലുപ്പമുള്ള ചരക്ക് കപ്പൽ അടുപ്പിക്കാനുള്ള തുറമുഖമാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രദേശത്തെ വിശദമായ മണ്ണുപരിശോധന പൂർത്തിയാക്കി. അന്തിമ റിപ്പോർട്ട് 2022 ജനുവരിയിൽ ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കേരളത്തിലെ വടക്കൻ ജില്ലകളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ പോർട്ടിന്റെ ആഴം കൂട്ടിയും കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയും തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ചും അഴീക്കൽ തുറമുഖത്തിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളുടെ വികസനത്തിനായി കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രാരംഭ നടപടികളും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി വരുന്നുണ്ട്. തുറമുഖം പ്രാവർത്തികമാകുന്നതോടെ മലബാർ മേഖലയിലെ വ്യവസായ വാണിജ്യ മേഖലയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് കുക്ക്, കണ്ണൂർ.